ഹെസ്ബുള്ള വളരെ ആശങ്കയിലാണ്. ഹെസ്ബുള്ളയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയായി വിലയിരുത്തപ്പെടുന്നു. ഹെസ്ബുള്ള എന്ന ഭീകര സംഘടന പൊതുവെ സുരക്ഷാ കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധയുള്ളവരാണ്. അവർ കഴിഞ്ഞ ഒരു വർഷമായി തുടർച്ചയായി ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ ആ ഒരു പ്രതിസന്ധിയിലാണ് ഇങ്ങനെ ഒരു ആക്രമണത്തിന് ഒരുങ്ങിയത്. കാരണം ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയോട് ചേർന്നാണ് ലെബനൻ. ആ ലെബനന്റെ ഏതാണ്ട് പൂർണ്ണ നിയന്ത്രണം ഹെസ്ബുള്ളയുടെ കൈകളിലാണ്. ഹെസ്ബുള്ള ഇറാന്റെ കയ്യിലെ ഒരു കളിപ്പാവ മാത്രമാണ്. ഇറാൻ സൃഷ്ടിച്ചെടുത്ത ഒരു ഭീകര സംഘടനയാണ് ഹെസ്ബുള്ള. ആ ഹെസ്ബുള്ളയ്ക്ക് വേണ്ട പരിശീലനം കൊടുക്കുന്നത് ഇറാനാണ്. ഇറാന്റെ സൈനിക തലവന്മാരെ പലരെയും ബെയ്റൂട്ടിൽ വെച്ച് ഇസ്രായേൽ കൊന്നു തള്ളിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഹെസ്ബുള്ള നിരന്തരമായി, പ്രത്യേകിച്ച് ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ ഗാസയെ ആക്രമിക്കാൻ തുടങ്ങിയതോടെ ഹെസ്ബുള്ള തുടർച്ചയായി ഇസ്രായേലിന് തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. വലിയ തോതിൽ ബോംബാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിർത്തി പ്രദേശത്തായിരുന്നു ബോംബ് വീണിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം മധ്യ ഇസ്രായേലിലേക്ക് ആദ്യമായി ഹെസ്ബുള്ളയുടെ ഒരു ബോംബ് വീണു. വാസ്തവത്തിൽ ഹെസ്ബുള്ളയുടെ ആക്രമണത്തെ തുടർന്ന് അതിർത്തി പ്രദേശത്ത് നിന്ന് ഏതാണ്ട് 70,000-ഓളം ഇസ്രായേലികൾക്ക് മാറിപ്പാർക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. അതിനൊക്കെയുള്ള ഒരു പ്രതികാര നടപടിയാണ് ഇപ്പോൾ സംഭവിച്ചത്.